ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 272. പാരമ്പര്യപ്രകാരം AD 67 ജൂൺ 29. ഒരു പകലിന് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പൗലോസ് കിടക്കുന്ന കാരാഗ്രഹത്തിൻ്റെ മുമ്പിൽ ഇരുമ്പ് ബൂട്ട്സുകളുടെ ശബ്ദം വന്നു നിന്നു. ഒരു പടയാളി പൗലോസിനെ തട്ടി ഉണർത്തി പുറത്തു കൊണ്ടുവന്നു. ശതാധിപൻ പൗലോസിൻ്റെ വധശിക്ഷ വായിച്ചു കേൾപ്പിച്ചു. തീവയ്പും രാജ്യദ്രോഹവുമായിരുന്നു ആരോപണം. റോമാ പൗരനായതിനാൽ ക്രൂശീകരണം ഉണ്ടാവില്ല, പകരം ശിരച്ഛേദമാണ് നടപ്പിലാക്കുക. തുടർന്ന് പൗലോസിൻ്റെ ശരീരത്തിൽ വിലങ്ങുകൾ അണിയിച്ചു. മാമേട്ടിൻ തടവറയിൽ നിന്നും പടയാളികൾ പുറത്തേക്ക് പൗലോസിനെ കൊണ്ടുവന്നു. പരസ്യമായി വിചാരണ ചെയ്ത് കൊല്ലുന്ന രീതി ആയതുകൊണ്ട് തന്നെ അറിഞ്ഞവർ പുറത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലൂടെ പട്ടാളം പൗലോസിനെ കൊലക്കളത്തിലേക്ക് ഓസ്റ്റിയൻ റോഡിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നു. ഓസ്റ്റിയൻ റോഡ് വളരെ തിരക്കുള്ളതായിരിക്കുന്നു. കച്ചവടക്കാരും പട്ടാളക്കാരും അടിമകളും എന്നിങ്ങനെ ധാരാളം പേർ നോക്കി നിൽക്കെ റോമൻ നഗരം വിട്ട് സെസ്റ്റിയസിൻ്റെ പിരമിഡും കടന്ന് കൊലക്കളത്തിലേക്കുള്ള യാത്ര. ദമസ്കസിൻ്റെ കവാടത്തിൽ വെച്ച് ക്രിസ്തു നൽകിയ സുവിശേഷ ജ്യോതിസ് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വിജയശ്രീലാളത്തിൻ്റെ മുഖഭാവത്തോടെ മഹാനായ പൗലോസ് നടക്കുകയാണ്. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണമോ അനുഭവിച്ച കഷ്ടങ്ങളോ പീഡനങ്ങളോ ഒന്നും തന്നെ തളർത്തിയിട്ടില്ല. എത്രയും വേഗം ഓട്ടം തികച്ച് ക്രിസ്തുവിൽ നിന്നും ജീവകിരീടം പ്രാപിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ ആ മുഖം ശോഭ കൊണ്ട് ജ്വലിച്ചിരുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവോട് കൂടെ ഇരിപ്പാനുള്ള ആകാംക്ഷ ആ മുഖത്ത് കൂടെയുള്ളവർ ദർശിച്ചു. ഓസ്റ്റിയൻ റോഡിൽ 3-ാം മൈലിൽ ഇന്ന് ട്രിഫോൻഡൻ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് പട്ടാളം പൗലോസിനെ കൊണ്ടുവന്ന് നിർത്തി. പൗലോസിനോടുള്ള അണിയിച്ചിരിക്കുന്ന സകല ചങ്ങലകളും അഴിച്ചു മാറ്റി. ചുറ്റും പട്ടാളവും ആൾക്കൂട്ടവും നോക്കി നിൽക്കെ പൗലോസിനോട് മുട്ടുകുത്തുവാൻ ശതാധിപൻ ആജ്ഞാപിച്ചു. പൗലോസ് ഒരു നിമിഷം നിന്ന് എല്ലാവരിലേക്കും നോക്കിയ ശേഷം ശിരസ് മുകളിലേക്കുയർത്തി തൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ച് പ്രാണനെ ക്രിസ്തുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ശരീരം താഴ്ത്തി കാലുകൾ മടക്കി ശിരസ് മുന്നോട്ട് വെച്ചുകൊണ്ട് വാളിന് ഏൽപ്പിച്ചു കൊടുത്തു. ആരാച്ചാർ വെട്ടിത്തിളങ്ങുന്ന മൂർച്ചയേറിയ വാൾ ആകാശത്തേക്ക് ഉയർത്തി താഴ്ത്തി. പൗലോസിൻ്റെ ശരീരത്തിൽ നിന്നും കഴുത്തറ്റ് ശിരസ് താഴെ വീണ് ഉരുണ്ടു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ നിറവേറുന്നു. ഒരു രക്തസാക്ഷിയുടെ മരണം ക്രിസ്തുവിലുള്ള ഈ മനുഷ്യൻ്റെ മുഴുവൻ ജീവിതവും ദൈവത്തിന് വേണ്ടിയുള്ള ജീവനുള്ള ഒരു യാഗമായി അർപ്പിച്ചു. ഇങ്ങനെ കർത്താവിൻ്റെ യാഗമരണത്തോട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ മഹാനായ പൗലോസ് ഏകീഭവിച്ചു. ഒരാഗ്രഹം മാത്രം ബാക്കി വെച്ച്, അതെ, തിമോത്തിയെ കാണുവാൻ കഴിയാതെ തൻ്റെ ഭൗമ ശരീരം അവിടെ വിട്ടേച്ച് സ്വർഗീയ ശരീരം ധരിച്ച് പൗലോസ് യാത്രയായി. നേരത്തെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിരുന്ന പൗലോസ് ഇതാ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ പർദീസ പൗലോസിനായി സ്വാഗതമേകി. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെയായി എന്നുള്ളതും അധ്വാനിച്ചതും ഓടിയതും വെറുതെ ആയില്ല എന്നും ഇതാ തെളിയിച്ചു. കടന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം.